ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വാഞ്ചോ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വാഞ്ചോ കേക്കിന് വേണ്ടിയിട്ട് 2 തരം സ്പഞ്ച് ഉണ്ടാക്കണം. ഒന്ന് വനില സ്പഞ്ചും ഒന്ന് ചോക്ലേറ്റ് സ്പഞ്ചും. ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ, 2 തരം കേക്ക് ഉണ്ടാക്കാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും, പക്ഷേ വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് 2 തരം സ്പഞ്ച് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് വനില സ്പഞ്ചും ഒന്ന് ചോക്ലേറ്റ് സ്പഞ്ചും. അത് രണ്ടും 2 പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 4 ലെയർ ഉണ്ടാവും ഇതിന്. ചോക്ലേറ്റ് സ്പഞ്ച് ഉണ്ടാക്കുന്നത് ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റ് ചെയ്തപ്പോൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ അതിൻ്റെ റെസിപ്പി കാണിക്കുന്നില്ല. വനില സ്പഞ്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ വനില സ്പഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനിതിലേക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഈ മൈദയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മൈദ നമുക്ക് എടുത്തു മാറ്റാം. അതിനുശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ചേർത്തിട്ട് നമുക്ക് 1/2 കപ്പ് മൈദ മതി. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ നിന്ന് 1 ടേബിൾ സ്പൂണ് മൈദ നമ്മൾ എടുത്ത് മാറ്റി വെച്ചത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് 3 പ്രാവശ്യം നമുക്ക് അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കണം. നമ്മൾ വനില സ്പഞ്ച് ഉണ്ടാക്കുമ്പോൾ ഇതേ അളവിലാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുക്കേണ്ടത്. ഇനി ചോക്ലേറ്റ് സ്പഞ്ച് ഉണ്ടാക്കുമ്പോൾ ഈ 1/2 കപ്പ് മൈദയിൽ നിന്ന് 2 ടീസ്പൂണ് മൈദ എടുത്ത് മാറ്റിയതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂണ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. ബാക്കിയെല്ലാം ഇതേ അളവിൽ തന്നെ എടുത്താൽ മതി ചോക്ലേറ്റ് സ്പഞ്ചിനും. ഇനി നമുക്കൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചു വയ്ക്കാം. ഇനി ഈ മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. കുറച്ച് നേരം ഒന്ന് ബീറ്റ് ചെയ്താൽ മതി, ഒരു 30 സെക്കൻഡ്. ഞാൻ ഈ മുട്ടയിലേക്ക് വനില എസൻസ് ചേർക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂണ് വനില എസൻസ് കൂടി ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഷുഗർ പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. ഇത് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കൂടുതൽ ടൈം ബീറ്റ് ചെയ്യണ്ട. ഇനി നമ്മൾ തരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറേശ്ശെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കേക്ക് ടിന്ന് ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അത് ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ കൂടുതൽ ഇളക്കാനും പാടില്ല. അതുപോലെ തന്നെ അധികം നേരം വെക്കാതെ പെട്ടെന്ന് തന്നെ ഇത് ബേക്ക് ചെയ്തെടുക്കണം. ഇനി ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം. എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ടാപ്പ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ചോക്ലേറ്റ് സ്പഞ്ചും റെഡിയാക്കി എടുക്കണം. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നത് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യാത്തത്. ഞാനതിൻ്റെ ലിങ്ക് ഇതിൽ ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് പോയി കാണാം. ഇനി ഇതിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂണാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് ചോക്ലേറ്റും 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും കൂട്ടിയിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ടാണ് ഈ ഗനാഷ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ചോക്ലേറ്റ് ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യത്തെ ലെയർ ചോക്ലേറ്റ് സ്പഞ്ചാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കണം. 3/4 കപ്പ് ഷുഗറും 1 കപ്പ് വെള്ളവും നല്ലതുപോലെ തിളപ്പിച്ചെടുത്താണ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി ആദ്യത്തെ ലെയർ ചോക്ലേറ്റ് മിക്സ് ചെയ്ത ക്രീം തേച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടി ഇട്ട് കൊടുത്താൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അടുത്ത ലെയർ വനില സ്പഞ്ച് വെച്ച് കൊടുക്കണം. ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വനില ക്രീം തേച്ച് കൊടുക്കാം.
അതിന് മുകളിലായിട്ട് വൈറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ എല്ലാ ലെയറും വെച്ച് കൊടുക്കണം. ഇനി ഇതിന് മുകളിൽ നമുക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ഗണാഷ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ക്രീം കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കണം. അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഇനി വാഞ്ചോ കേക്കിൻ്റെ മുകളിൽ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട് ആർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താണ്. അതിനുശേഷം ഇത് അതുപോലെ ചോക്ലേറ്റ് മെൽറ്റാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ആ ബട്ടർ പേപ്പർ ഊരി മാറ്റാൻ പറ്റും. ഇനി കേക്കിന് മുകളിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വൈറ്റ് ഗണാഷ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് താഴെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് ചൂടാക്കിയതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു ബൗൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് വൈറ്റ് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് അരിച്ചെടുക്കണം. ഒരു വലിയ പ്ലേറ്റിലേക്ക് ഇതുപോലെ ഒരു ബൗൾ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു പ്ലേറ്റ് ഞാൻ ഇതുപോലെ കമിഴ്ത്തി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം. കേക്കിന് താഴെ ഒരു ഐസിങ് നൈഫ് വെച്ചിട്ട് ഇതുപോലെ മെല്ലെ ചുറ്റി കൊടുക്കുക. അതിനുശേഷം പതുക്കെ ഇതൊന്ന് പൊക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ആ ബൗളിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ക്രീം ഇതുപോലെ ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കണം. അതിന് മുകളിലായിട്ട് ഇതുപോലെ ചോക്ലേറ്റ് ഗണേഷ് ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മുടെ വിരൽ കൊണ്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം. കുറച്ച് നേരം ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കണം. ക്രീമെല്ലാം ഒലിച്ചിറങ്ങിയതിന് ശേഷം നമുക്ക് കേക്ക് ബേസിലേക്ക് തന്നെ തിരിച്ച് വെച്ച് കൊടുക്കാം. ബാക്കിയുള്ള ചോക്ലേറ്റ് ഗണേഷിലേക്ക് കുറച്ച് ക്രീം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ചെറിയ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഞാനൊരു ബോർഡർ വരച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചോക്ലേറ്റ് ഹാർട്ട് ഇതിന് മുകളിൽ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തേക്കാണ്. അപ്പോൾ നമ്മുടെ വാൻചോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.